തിരിഞ്ഞില്ലേ? ഇപ്പൊ 5 ലക്ഷം ആളുകളും എവിടേക്ക് എത്തുന്നത്? ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് എത്തിപ്പെടുന്നത്. അഥവാ അവരും മുശ്രിക്കുകളാണ്. പിന്നെ അങ്ങോട്ട് എത്തിയാ പിന്നെ അവരാരാകുക? ഇപ്പൊ 5 ലക്ഷം. ഇപ്പൊ ലോകത്ത് ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ പറ്റിയ ആളുകൾ ആരുമില്ല. എന്തേ പ്രശ്നം എന്നറിയോ? മുജാഹിദുകൾ മുമ്പ് കാലത്ത് അവർ വിശ്വസിച്ചിരുന്നത് ജിന്ന്, പിശാചി, ശൈത്താന്, ചാത്തൻകുട്ടി, കുട്ടിച്ചാത്തൻ, ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള വിശ്വാസമായിരുന്നു. ശൈത്താൻ പിടികൂടും. എന്താടാ ഈ പറയുന്നത്? ശൈത്താൻ പിടികൂടും, അങ്ങനെ സാധനം വേണ്ടേ? ഒന്ന് മിണ്ടാടിരിക്കണം. ഇങ്ങനെ പറഞ്ഞിരുന്ന മുജാഹിദ്, അത് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ അവർ തന്നെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ മുജാഹിദുകൾ ഈ അടുത്ത കാലത്തായി അവർ വന്നിട്ട് പറഞ്ഞു, ജിന്നുകളും പിശാചുക്കളുമെല്ലാം ഉണ്ട്. മാത്രമല്ല അവരൊക്കെയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ്. വാഹനാപകടങ്ങളിൽ രക്ഷപ്പെടുത്തും. അതുപോലെ സുബഹിക്ക് നേരത്തെ വിളിച്ചുണർത്തി അവർ നിസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നിസ്കാരത്തിൽ എത്തിപ്പെടാൻ വേണ്ടി അവർ നമ്മളെ സഹായിക്കും. ഇങ്ങനെ മരുന്ന് എത്രയോ കിലോമീറ്റർ അകലെ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ജർമ്മനി തന്നെ എടുക്കുക. സക്കരിയ സ്വലാഹി സംസാരിക്കുന്നത് എങ്ങനെയാണ്? ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചു തരാൻ ജിന്നുകൾക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഔലിയാക്കളും അതുപോലെ പ്രവാചകന്മാരുമൊക്കെ സഹായിക്കുകയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വിശ്വസിച്ചാൽ ശിർക്കും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞിരുന്ന അവര് തന്നെയാണ് ജിന്നുകളും പിശാചുക്കളുമൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്യും എന്ന് പരസ്യമായി പറയുന്നത്. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? അവര് ജിന്നുകൾ ചേലാക്രമം ചെയ്ത് സഹായിക്കുന്നവരെ പറഞ്ഞു. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചുവോ നമ്മുടെ റഫീഖ് ഹസനി നല്ല ഒരു വെണ്ടലടിക്കുകയാണ് ഇപ്പോ സദസ്സിൽ വെച്ചിട്ട്. ഇവരുടെ ഹദീസ് പണ്ഡിതനായി ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത സക്കരിയ സ്വലാഹിയുടെയും ഹനീഫ കായക്കൊടിയുടെയും ഒക്കെ ഗുരുവര്യനായ സലാസുല്ലിം, അയാൾ പറഞ്ഞാൽ പിന്നെ അന്തിമ തീരുമാനമായിരിക്കും. അയാൾ പറയുന്നു, ജിന്നുകൾ ചേലാക്രമം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എനിക്ക്. ആ ചോദ്യം അയാൾ ചോദിക്കും, അത് നിങ്ങൾ കേൾക്കാം. ചേലാകർമ്മം നടത്തുവാലോ? ജിന്ന് നമുക്ക് ചേലാകർമ്മം നടത്തി തരുമല്ലോ. പ്രസംഗിക്കളി പണ്ഡിതന്മാർ നോക്കൂ നിങ്ങൾ. എന്നാ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇബിലീസ് ചേലാകർമ്മം നടത്തിയിട്ട് ആ കഷ്ണിച്ച കഷ്ണം എവിടെ കൊണ്ടേയുള്ളു? മുജാഹിദ് സെന്ററിലായിരിക്കും ഒരു പക്ഷല്ലേ, നമ്മളാരും കണ്ടിട്ടില്ല. ചോരണ്ടാവോ കഴിച്ചുമ്പോൾ ജിന്ന് ചേലാകർമ്മം നടത്തിയാലും? കൂട്ടരെ, ജിന്നിന് ആ കഴിവുണ്ടെങ്കിൽ ഖുർആൻ ജിന്നുള്ള കഴിവ് ഭൂരിപക്ഷത്തിലും പ്രയോഗിക്കുന്നുണ്ട്. ജിന്നിന് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ വസ്വാസം ഉണ്ടാക്കുക. അത് ആദം നബിയിലും ഹവ്വായിലും വരെ സാധിച്ചില്ലേ? പക്ഷേ ഇവര് ആദം നബിന്റെ ചേലാകർമ്മ പാറ നടത്തി കൊടുത്തിയാവല്ലേ ജിന്നു എന്ന് പറഞ്ഞു എറിഞ്ഞു. അവിടെ വേറെ ആരുമില്ല നടത്താൻ. അവൻ ജിന്നിന് ചേലാകർമ്മം വരെ നടത്താൻ ഈ കക്ഷം പഠിച്ച ഒരാളെ കഴിവുണ്ടാവുക. അപ്പൊ അതുകൂടി പ്രസംഗിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടായി.